നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ വഴി ആഹ്വാനം ചെയ്ത പണിമുടക്ക്. വടകരയിൽ 3 ദിവസമായി തുടരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. വടകര താലൂക്കിൽ 3 ദിവസമായി തുടരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചു. പെരിങ്ങത്തൂരിൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക് ആരംഭിച്ചത്. സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയുമായി ബസ് തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. കോടനാട് വയോധികയുടെ കൊലപാതകം. അന്നമ്മയുടെ അയൽവാസിയായ 24-കാരൻ പിടിയിൽ. എറണാകുളം കോടനാട് വയോധികയായ അന്നമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ 24-കാരൻ അദ്വൈത് ബാംഗ്ലൂരുവിൽ നിന്ന് പിടിയിലായി. സാമ്പത്തിക പ്രശ്നങ്ങളും അമ്മയെ വഴക്ക് പറഞ്ഞതിനുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി മൊഴി നൽകി. ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം ഇയാൾ ബാംഗ്ലൂരുവിലേക്ക് കടക്കുകയായിരുന്നു. ചാരായ വിൽപ്പന. ആതിരപ്പള്ളിയിൽ ഒരാൾ അറസ്റ്റിൽ. ആതിരപ്പള്ളിയിലെ ആദിവാസി മേഖലകളിൽ ചാരായം വിൽപ്പന നടത്തിയ വെറ്റിലപ്പാറ സ്വദേശി വിനീഷിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 1.5 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. ലിറ്ററിന് 1000 രൂപയ്ക്കാണ് ഇയാൾ ചാരായം വിറ്റിരുന്നത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. വീടുകളിൽ കയറിയാൽ കാൽവെട്ടും. പാസ്റ്റർക്കെതിരെ സംഘപരിവാർ ഭീഷണി. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെക്കേഷൻ ക്ലാസുകളിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ പോയ പാസ്റ്റർ ചെറുകാട് ആദിവാസി ഉന്നതിയിൽ വെച്ച് ബജരംഗദൾ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്ന് ബത്തേരി പോലീസ് പറയുന്നു. പ്രൊഫസർ M.K. സാനു അന്തരിച്ചു. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ പ്രൊഫസർ M.K. സാനു 98-ാം വയസ്സിൽ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. വ്യാഴാഴ്ച രാത്രി വീട്ടിൽ വെച്ച് വീണതിനെ തുടർന്ന് ഇടുപ്പലിന് പരിക്കേറ്റ അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു. 1958-ൽ 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1983-ൽ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം 1987-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വാഹനം പരിശോധിക്കുന്നതിനിടെ ഡ്രൈവറെ മർദ്ദിച്ച മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. ബാങ്കിലേക്ക് പണം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായ ജാഫറിനെയാണ് മർദ്ദനമേറ്റത്. ഡ്രൈവർ കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന് പറഞ്ഞ് ആദ്യം 250 രൂപ പിഴ ചുമത്തുകയും പിന്നീട് അത് 500 രൂപയായി ഉയർത്തുകയും ചെയ്തു. പിഴ കുറക്കാൻ ഡ്രൈവർ ആവശ്യപ്പെട്ടപ്പോഴാണ് നൌഷാദ് മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടിയുണ്ടായത്. കേരളത്തിൽ വെളിച്ചെണ്ണ വില കുറയും. കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. നിലവിൽ 349 രൂപയുള്ള വെളിച്ചെണ്ണയുടെ വില ഓണത്തിന് മുൻപായി കുറയും. കൃഷിമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. കേര കർഷകർക്ക് ഇതിലൂടെ നേട്ടമുണ്ടായെങ്കിലും തമിഴ്നാട്ടിലെ വ്യാപാരികൾക്കാണ് കൂടുതൽ ലാഭം ലഭിച്ചത്. അമിത ലാഭമെടുക്കാതെ വെളിച്ചെണ്ണ വിൽക്കാൻ സംരംഭകരുമായി സംസാരിച്ചെന്നും വിലക്കുറവ് ആഗസ്റ്റ് 6 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. 10-ാം തീയതി മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും. ഇനി മുതൽ സപ്ലൈകോയിൽ ഒഴിഞ്ഞ അലമാര കാണില്ല. ഓണത്തിന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മൊബൈൽ മാവേലി സ്റ്റോർ പ്രവർത്തിക്കും. ഗ്രാമങ്ങളിൽ മാവേലി സ്റ്റോറിന്റെ പ്രവർത്തനം ലഭ്യമാക്കുന്നതിനാണ് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ എന്നും മന്ത്രി വ്യക്തമാക്കി. ഡിസംബർ 14-ന് ലയണൽ മെസ്സി മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അവിടെ അദ്ദേഹം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കും നിലവിലെ കളിക്കാർക്കുമൊപ്പം ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 7 അംഗ ടീമുകൾ തമ്മിലുള്ള ഒരു പ്രദർശന മത്സരം സംഘടിപ്പിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മത്സരത്തെക്കുറിച്ച് അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എങ്കിലും മെസ്സി മുംബൈക്ക് പുറമെ കൊൽക്കത്ത, ഡൽഹി എന്നിവിടങ്ങളിലും സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ